വൽപ്പാറയിൽ ബസ് നിയന്ത്രണം വിട്ട് കുഴിയിലേക്ക് മറിഞ്ഞ് 27 പേർക്ക് പരിക്ക്. തമിഴ്നാട് സർക്കാരിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 14 പേരുടെ നില ഗുരുതരം. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പലൂരിൽ വൻ ഗതാഗത കുരുക്ക്. വാഹനങ്ങളുടെ നിര പാലിയേക്കര ടോൾ പ്ലാസ വരെ നീണ്ടു. അശാസ്ത്രീയമായ ഗതാഗത ക്രമീകരണത്തിനെതിരെ പ്രതിഷേധം രൂക്ഷം. ഓപ്പറേഷൻ ഡി ഹണ്ടിലൂടെ തൃശൂർ റൂറൽ പോലീസ് ഈ വർഷം ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 812 കേസുകൾ. അതിമാരക മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണമേറുന്നതായി കണക്കുകൾ. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച മുതൽ മഴ കനക്കുമെന്ന കാലാവസ്ഥാ വകുപ്പ്. മഴയോടൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. രാപ്പാൾക്കടവിൽ ഭക്തി നിർഭരമായി സംഗമേശ്വരന്റെ ആറാട്ട്. കുടൽമാണിക്യം ഉത്സവത്തിന് സമാപനമായി. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. വാൽപ്പാറയിൽ തമിഴ്നാട് സർക്കാർ ബസ് നിയന്ത്രണം വിട്ട് കുഴിയിലേക്ക് മറിഞ്ഞ് 27 പേർക്ക് പരിക്ക്. 14 പേരുടെ നില ഗുരുതരമാണ്. തിരുപ്പൂരിൽ നിന്നും വാൽപ്പാറയിലേക്ക് വരികയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഹെയർപിൻ തിരിയുമ്പോഴാണ് നിയന്ത്രണം വിട്ട് 10 അടി താഴ്ചയിലുള്ള കുഴിയിലേക്ക് ബസ് മറിഞ്ഞത്. പരിക്കേറ്റവരെ വാൽപ്പാറ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പലൂരിൽ സർവീസ് റോഡ് ടാറിംഗ് ആരംഭിച്ചതോടെ വൻ ഗതാഗത കുരുക്ക്. ഞായറാഴ്ച രാവിലെ മുതൽ രൂക്ഷമായ ഗതാഗത കുരുക്കുണ്ടായിരുന്നു. ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിലൂടെയാണ് തൃശൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങളും കടത്തിവിട്ടിരുന്നത്. ഇതോടെ ഇരുഭാഗത്തും വാഹനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്ന സ്ഥിതിയിലായി. പാലിയേക്കര ടോൾ പ്ലാസ വരെയും ആമ്പലൂരിലെ ഗതാഗത കുരുക്ക് നീണ്ടു. ചാലക്കുടി ഭാഗത്തു നിന്നും പരന്തരപ്പള്ളി റോഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് വാഹനങ്ങൾ കടത്തിവിടാൻ പോലീസ് സാന്നിധ്യം ഉണ്ടായിരുന്നുവെങ്കിലും തിരക്ക് നിയന്ത്രിക്കാനായില്ല. രാത്രിയിൽ ടാറിംഗ് നടത്തിയിരുന്നുവെങ്കിൽ ഗതാഗത കുരുക്കിന്റെ രൂക്ഷത കുറയ്ക്കാൻ കഴിയുമായിരുന്നുവെന്നാണ് യാത്രക്കാർ പറയുന്നത്. തിരക്കേറിയ അവധി ദിനമായ ഞായറാഴ്ച തന്നെ സർവീസ് റോഡ് ടാറിംഗിന് തെരഞ്ഞെടുത്തതിനെതിരെയും യാത്രക്കാർ വിമർശനമുന്നയിച്ചു. യാത്രക്കാരുടെ ദുരിതം കൂടി കണക്കിലെടുത്തു വേണം നിർമ്മാണം നടത്താനെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ആമ്പലൂരിൽ റോഡ് മുറിച്ചുകടക്കുവാൻ വഴിയാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടി. ഓപ്പറേഷൻ ഡി ഹണ്ടിലൂടെ തൃശൂർ റൂറൽ പോലീസ് ഈ വർഷം രജിസ്റ്റർ ചെയ്തത് 812 കേസുകൾ. 842 പേരെ അറസ്റ്റ് ചെയ്തു. 31 കിലോ കഞ്ചാവ്, 251 ഗ്രാം MDMA, 30 ഗ്രാം കഞ്ചാവ് മിഠായി, ഹെറോയിൻ, ഹാഷിഷ് ഓയിൽ, LSD സ്റ്റാമ്പ് എന്നിവയാണ് പിടികൂടിയത്. ലഹരി കേസുകളിൽ ഒന്നിലേറെ തവണ അറസ്റ്റിലാകുന്നവരെയും ഇവരെ സാമ്പത്തികമായി സഹായിക്കുന്നവരെയും വിചാരണ കൂടാതെ കരുതൽ തടങ്കലിൽ വയ്ക്കാനുള്ള നിയമപ്രകാരം മുന്നോട്ടു പോകുമെന്ന് റൂറൽ പോലീസ് അറിയിച്ചു. ഏറ്റവും വേഗത്തിൽ പാസ്പോർട്ട് വെരിഫിക്കേഷൻ പ്രക്രിയ പൂർത്തിയാക്കുന്നതിന്റെ മുന്നിൽ തൃശൂർ റൂറൽ പോലീസ് ശരാശരി 2 ദിവസം കൊണ്ട് വെരിഫിക്കേഷൻ പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിലൂടെയാണ് ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത്. പാസ്പോർട്ട് എടുക്കുന്നതിനായി നൽകുന്ന അപേക്ഷകൾ അന്നേ ദിവസം തന്നെ അപേക്ഷകളുടെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഫീൽഡ് വെരിഫിക്കേഷനായി പോലീസ് സ്റ്റേഷനുകളിലേക്ക് അയക്കുകയും പോലീസ് സ്റ്റേഷനിൽ നിന്നും തിരിച്ച് ജില്ലാ പോലീസ് ആസ്ഥാനത്തെത്തുന്ന ഫയൽ വെരിഫിക്കേഷന് ശേഷം പാസ്പോർട്ട് ഓഫീസിലേക്ക് അടുത്ത ദിവസം കൈമാറുകയുമാണ് ചെയ്യുന്നത്. മറ്റു ജില്ലകൾ ഈ പ്രക്രിയയ്ക്ക് ശരാശരി 3 മുതൽ 8 ദിവസം വരെ എടുക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച മുതൽ മഴ കനക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. അറബിക്കടലിൽ ന്യൂനമർദ്ദ സാധ്യത കാണുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിങ്കളാഴ്ച കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂർ ജില്ലയിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴയോടൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിട്ടുള്ളത്. 24 മണിക്കൂറിൽ 115 മില്ലിമീറ്റർ മുതൽ 204 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ കൊണ്ട് അർത്ഥമാക്കുന്നത്. 5 ദിവസം മഴ തുടരുമെന്നാണ് പ്രവചനം. ഭക്തി നിർഭരമായി രാപ്പാൾ ആറാട്ടുകടവിൽ സംഗമേശ്വരന്റെ ആറാട്ട്. തന്ത്രി നഗരമണ്ണ് ത്രിവിക്രമൻ നമ്പൂതിരി, മേൽശാന്തി പുത്തില്ലത്ത് ആനന്ദ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പരികർമ്മി മണക്കാട് പരമേശ്വരൻ നമ്പൂതിരി, അഖിൽ മണക്കാട്, നിഖിൽ മണക്കാട് എന്നിവർ സഹകാർമ്മികരായി. രാവിലെ എതിർത്ത് പൂജയും ആറാട്ടുബലിയും നടത്തിയതിനു ശേഷം പാണികുട്ടി പുറത്തേക്ക് എഴുന്നള്ളിയ ഭഗവാൻ പരിവാരങ്ങളോടുകൂടി ഒരു പ്രദക്ഷിണം കൊണ്ട് ശ്രീഭൂതബലി നടത്തി. തുടർന്ന് മതിൽക്കെട്ടിന് പുറത്തേക്ക് എഴുന്നള്ളി. കൊമ്പൻ വടക്കുനാഥൻ ശിവൻ ഭഗവാന്റെ തിടമ്പേറ്റി. പുതുപ്പള്ളി ഗണേശൻ, കുളക്കാടൻ കുട്ടികൃഷ്ണൻ എന്നീ കൊമ്പന്മാർ അകമ്പടിയായി. കിഴക്കേനടയിൽ പോലീസ് സംഘം ആചാരപ്രകാരമുള്ള റോയൽ സല്യൂട്ട് നൽകി. തുടർന്ന് 3 ആനകളുമായി നാഗസ്വരത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെ സംഗമേശൻ ആറാട്ടിനായി രാപ്പാളിലെത്തി. ആറാട്ടിന് ശേഷം ഭക്തജനങ്ങൾക്ക് ആറാട്ടുകഞ്ഞി വിതരണം നടത്തി. തുടർന്ന് തിരിച്ചെഴുന്നള്ളി.
കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി മതസൗഹാർദ്ദ സമ്മേളനം നടന്നു. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി അധ്യക്ഷനായിരുന്നു. രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ, ടൗൺ ജുമാ മസ്ജിദ് ഇമാം കബീർ മൗലവി, സക്കറിയ അൽ കാസ്മി, ഫാദർ ലാസർ കുറ്റിക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ആഗോള കത്തോലിക്ക സഭയുടെ തലവനായി ലിയോ 14 മാർപ്പാപ്പ സ്ഥാനമേറ്റു. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 ചടങ്ങുകൾ ആരംഭിച്ചു. ചടങ്ങുകളുടെ ഭാഗമായി തുറന്ന വാഹനത്തിൽ വത്തിക്കാൻ ചത്തുരത്തിലെത്തിയ മാർപ്പാപ്പ വിശ്വാസികളെ ആശീർവദിച്ചു. കുർബാന മധ്യേ വലിയ ഇടയന്റെ വസ്ത്രവും സ്ഥാനമോതിരവും ഏറ്റുവാങ്ങി. വിശുദ്ധ പത്രോസിന്റെ കബറിലെത്തി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് മാർപ്പാപ്പ കുർബാനയ്ക്കെത്തിയത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടെ ആയിരങ്ങളാണ് സ്ഥാനാരോഹണ ചടങ്ങിനെത്തിയത്. ഉല്ലൂർ ജംഗ്ഷനിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം 2 കടകൾ പൂർണ്ണമായി തകർന്നു. പുലർച്ചെയായിരുന്നു അപകടം. എറണാകുളത്ത് നിന്നും ഊട്ടിയിലേക്ക് പോയിരുന്ന സൂപ്പർഫാസ്റ്റ് ലോ ഫ്ലോർ ബസ്സും തൃശൂരിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് പോയിരുന്ന സൂപ്പർഫാസ്റ്റ് ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. മുന്നിൽ പോയിരുന്ന കാറിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു അപകടം. അപകടത്തെ തുടർന്ന് സൂപ്പർഫാസ്റ്റ് ബസ് വശത്തേക്ക് ഒതുക്കുന്നതിനിടയിലാണ് കടകളിലേക്ക് ഇടിച്ചു കയറിയത്. നിസ്സാര പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉല്ലൂർ പോലീസും ഫയർഫോഴ്സും എത്തി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി. കുന്നംകുളത്ത് ബസ്സിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ട പോലീസ്. കുട്ടിയുടെ ബന്ധുക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസ് പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ഏപ്രിൽ 30-ാം തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം. ഉച്ചയ്ക്ക് 1 മണിയോടെ ചാലിശ്ശേരിയിൽ നിന്ന് കുന്നംകുളത്തേക്ക് വരികയായിരുന്ന ബസ്സിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ പ്രതി ലൈംഗികാതിക്രമം നടത്തുകയായിരുന്നു. ബസ് നിർത്തിയതോടെ പ്രതി ഇറങ്ങിപ്പോയി. ബസ്സുകളിലെ ഉൾപ്പെടെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ കുന്നംകുളം പോലീസിന് ലഭിച്ചത്. വാഴക്കോട് പ്ലാഴി സംസ്ഥാനപാതയിൽ പൈപ്പ് പൊട്ടി റോഡ് പിളർന്നു. ഉതുവടി സെന്ററിന് സമീപം ജലവിതരണ പൈപ്പ് പൊട്ടിയാണ് റോഡ് പിളർന്നത്. സംസ്ഥാനപാതയുടെ അടിയിലായുള്ള ജലവിതരണ പൈപ്പാണ് പൊട്ടിയത്. പൈപ്പ് പൊട്ടി ശക്തിയായി പുറത്തേക്ക് ഒഴുകുന്ന വെള്ളം സമീപത്തെ വീടുകളിലേക്ക് കയറുന്നുണ്ട്. 105 കോടി രൂപ ചെലവിൽ പുനർനിർമ്മിച്ച സംസ്ഥാനപാതയുടെ നിർമ്മാണ സമയത്ത് തന്നെ ജനങ്ങൾ ആശങ്ക ഉന്നയിച്ചിരുന്നു. റോഡിന് നടുവിലായി പൊട്ടിയതിനെ തുടർന്ന് നിലവിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടുന്ന നിലയിലാണ്. മുല്ലശ്ശേരി മാടക്കാക്കൽ പാലത്തിന് സമീപം കനാലിൽ വീണ് ഗൃഹനാഥൻ മരിച്ചു. മധുക്കര സ്വദേശി കോവിലകം വീട്ടിൽ ശങ്കരുകുട്ടി മകൻ 55 വയസ്സുള്ള ബാബുവാണ് മരിച്ചത്. കനാലിൽ മത്സ്യബന്ധനം നടത്തുന്നതിനിടെ വെള്ളത്തിൽ വീഴുകയായിരുന്നു. നാട്ടുകാർ ബാബുവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊടുങ്ങല്ലൂരിൽ നഗരമധ്യത്തിൽ ബസ് സ്റ്റോപ്പ് കയ്യേറി കച്ചവടം. വടക്കേ നടയിലുള്ള ബസ് സ്റ്റോപ്പിലാണ് കൺസ്യൂമർ ഫെഡിന്റെ ബോർഡ് വെച്ച് പഠനോപകരണങ്ങളുടെ വിൽപ്പന നടത്തിയത്. ജനത്തിരക്കേറിയ വടക്കേ നടയിലെ ബസ് സ്റ്റോപ്പ് കച്ചവട കേന്ദ്രമാക്കിയതിനെ നാട്ടുകാർ ചോദ്യം ചെയ്തുവെങ്കിലും അധികൃതരുടെ അനുമതിയോടെയാണ് കച്ചവടമെന്നായിരുന്നു നടത്തിപ്പുകാരുടെ മറുപടി. 100 കണക്കിന് യാത്രക്കാർ ഉപയോഗിക്കുന്ന ബസ് സ്റ്റോപ്പ് കയ്യേറി കച്ചവടം നടത്തിയ സംഭവത്തിൽ നടപടി വേണമെന്ന് ആവശ്യം ഉയർന്നിട്ടുണ്ട്. പുന്നെയിൽ ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച മുതുവട്ടൂർ സ്വദേശി നിസാമിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്താതെ തിരിച്ചയച്ച സംഭവത്തിൽ ചാവക്കാട് താലൂക്ക് ആശുപത്രി ഡോക്ടർക്കെതിരെ പ്രതിഷേധം. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനായി എത്തിച്ചുവെങ്കിലും ഡോക്ടർ PV സുരേഷ് പോസ്റ്റ്മോർട്ടം നടത്താതെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് അയക്കുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. നടപടി അപലപനീയമെന്ന് ചാവക്കാട് നഗരസഭ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു. ചാവക്കാട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഷാജ് കുമാറിന്റെ അനുമതിയോടെയാണ് നിസാമിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. ഡോക്ടർക്കെതിരെ ബന്ധുക്കൾ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മെയ് മാസത്തിൽ ഇതുവരെയുള്ള ഭണ്ഡാരം എണ്ണൽ പൂർത്തിയായപ്പോൾ ലഭിച്ചത് 6,98,32,451 രൂപ. 2 കിലോ 505 ഗ്രാം സ്വർണവും ലഭിച്ചിട്ടുണ്ട്. 15 കിലോ 245 ഗ്രാം വെള്ളി ലഭിച്ചു. കേന്ദ്ര സർക്കാർ പിൻവലിച്ച 2000 രൂപയുടെ 49, നിരോധിച്ച 1000 രൂപയുടെ 36, 500-ന്റെ 93 കറൻസിയും ലഭിച്ചിട്ടുണ്ട്.
തളിക്കുളം പഞ്ചായത്തിലെ പൊതു ശ്മശാനത്തിന് മുൻപിൽ ബി.ജെ.പി. തളിക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. സമീപത്തെ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രത്തിലെ മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാത്തതിനെതിരെയും പരസ്യ ബോർഡുകളും മറ്റും ഇവിടെ സംഭരിക്കുന്നതിലും പ്രതിഷേധിച്ചാണ് ധർണ നടത്തിയത്. ബി.ജെ.പി. നാട്ടിക നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈൻ നെടിയിരുപ്പിൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് മണികണ്ഠൻ ആലയിൽ അധ്യക്ഷനായിരുന്നു. ബിന്നി അറക്കൽ, ഭഗീഷ് പൂരാടൻ, ഷാജി ആലുങ്ങൽ എന്നിവർ സംസാരിച്ചു. ഈ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യാനെത്തിയ ഇന്നത്തെ ഈ പ്രതിഷേധ പ്രകടനത്തിന്റെ എരുമപ്പെട്ടി മങ്ങാട് തോട്ടുപാലത്ത് സ്കൂട്ടറിൽ ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് പരിക്ക്. എരുമപ്പെട്ടി കൈതാരത്ത് വീട്ടിൽ ജോൺസനാണ് പരിക്കേറ്റത്. ശനിയാഴ്ച രാത്രിയിലായിരുന്നു അപകടം. പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടി പഴവൂരിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ഓട്ടോറിക്ഷയിടിച്ച് കാൽനടയാത്രിക്കാരിക്ക് പരിക്കേറ്റു. നെല്ലുവായി തെക്കേമഠം വീട്ടിൽ പ്രഭാലക്ഷ്മിക്കാണ് പരിക്കേറ്റത്. ശനിയാഴ്ച രാത്രിയിലായിരുന്നു അപകടം. പരിക്കേറ്റ ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ തെക്കേനടയിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്ക് വൈദ്യുതി പോസ്റ്റ് മറിഞ്ഞു വീണു. മഹാരാജ ജംഗ്ഷനിൽ ഞായറാഴ്ച പുലർച്ചെയാണ് അപകടം. കണ്ടെയ്നർ ലോറിയിൽ കുരുങ്ങിയ കേബിൾ വലിഞ്ഞാണ് വൈദ്യുതി പോസ്റ്റ് കാറിന് മുകളിലേക്ക് വീണത്. അപകടത്തിൽ കാറിന്റെ പുറകിലെ ചില്ല് തകർന്നു. ആർക്കും പരിക്കില്ല. അപകടകരമായ രീതിയിൽ പൊട്ടിക്കിടന്നിരുന്ന കേബിളുകൾ ഫയർഫോഴ്സ് എത്തി നീക്കം ചെയ്തു. ദേശമംഗലം തലശ്ശേരി MSA ബനാത്ത് യത്തീംഖാന അഗതി മന്ദിരത്തിലെ 4 പെൺകുട്ടികളുടെ വിവാഹം നടന്നു. യത്തീംഖാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ കാർമ്മികത്വം വഹിച്ചു. ഇതോടെ 191 അന്തേവാസികളുടെ മംഗല്യം സഫലമായ സന്തോഷത്തിലാണ് ഭാരവാഹികൾ. യത്തീംഖാന വർക്കിംഗ് പ്രസിഡന്റ് PTP തങ്ങൾ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഓണംപള്ളി മുഹമ്മദ് ഫൈസി, MP അബ്ദുള്ള കോയത്തങ്ങൾ, TA ഇന്ത്യൻകുട്ടി ഹാജി, KM മുഹമ്മദ് ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു. ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ടു. അടിയന്തരമായി ഗർത്തമടിച്ച് വേണ്ട നടപടികൾ അധികൃതർ കൈക്കൊള്ളണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. നിരവധി ഭക്തരാണ് ദിനംപ്രതി ക്ഷേത്രത്തിലേക്ക് തൊഴാനായി എത്തുന്നത്. തൊട്ടടുത്തുള്ള ഭാരതപ്പുഴയിലേക്ക് ഈ വഴിയാണ് ആളുകൾ കുളിക്കാൻ പോകാറുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഗർത്തം രൂപപ്പെട്ടത്. ആദ്യം ചെറിയ രൂപത്തിൽ കണ്ട ഗർത്തം പിന്നീട് വലുതാവുകയായിരുന്നു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ നടന്ന വിശുദ്ധ ഔസേപിതാവിന്റെ 8ാമിട തിരുനാൾ ഭക്തിസാന്ദ്രമായി. ആഘോഷമായ 8ാമിട തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ റെന്നി മുണ്ടൻകുര്യൻ മുഖ്യ കാർമ്മികനായി. ഫാദർ ബിൽജു നീലങ്കാവിൽ തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ലിവിൻ ചൂണ്ടൽ സഹകാർമ്മികനായി. തീർത്ഥകേന്ദ്രം ഡയറക്ടർ ഫാദർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി 8ാമിട തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. മാനേജിംഗ് ട്രസ്റ്റി OJ ഷാജൻ, ട്രസ്റ്റിമാരായ KJ പിയൂസ്, പുലിക്കോട്ടിൽ വിൽസൺ, നീലങ്കാവിൽ എന്നിവർ നേതൃത്വം നൽകി. കുടുംബനാഥൻ എന്ന നിലയിൽ ചേറ്റുവ ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ചേറ്റുവയിലും പരിസര പ്രദേശങ്ങളിലും ദേശീയപാതയോട് ചേർന്ന് കൂട്ടിയിട്ടിരിക്കുന്ന ചെമ്മണ്ണ് ഇരുചക്ര വാഹന യാത്രികർക്കും കാൽനട യാത്രികർക്കും സമീപവാസികൾക്കും ഭീഷണിയാകുന്നു. ചേറ്റുവയിലും പരിസര പ്രദേശങ്ങളിലും അപകട ഭീഷണിയായ ചെമ്മണ്ണ് ദേശീയപാതയോരത്ത് നിന്ന് അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള കൊടുങ്ങല്ലൂർ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും നടന്നു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് VK സത്യജിത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് KG ഗോപകുമാർ, ജില്ലാ പ്രസിഡന്റ് MK മുരളീധരൻ, ജില്ലാ സെക്രട്ടറി വർഗീസ് ഇരുമ്പൻ എന്നിവർ സംസാരിച്ചു. അത് കേരളത്തില് മറ്റെല്ലാ മേഖലകളും അഭിമുഖീകരിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. ഹോഷ്മീൻ പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഗുരുവായൂരിൽ ഫാസിസ്റ്റ് വിരുദ്ധ സംഗമം സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. മുൻമന്ത്രി C രവീന്ദ്രനാഥ്, M ബാലാജി, TV ഹരിദാസൻ, TT ശിവദാസൻ എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റായി കോർ കമ്മിറ്റി തീരുമാനപ്രകാരം MH ഷാനവാസിനെ നിയമിച്ചതായി DCC അറിയിച്ചു. നിലവിലുള്ള പ്രസിഡന്റ് ബിജു ഇസ്മയിലിനെ വടക്കാഞ്ചേരി ബ്ലോക്ക് വൈസ് പ്രസിഡന്റായി നിയമിച്ചുവെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അറിയിച്ചു.
മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ JB മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ യാത്രയ്ക്ക് തൃശൂർ കിഴക്കേക്കോട്ടയിൽ ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാൻഡി വില്യം അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് T നിർമ്മല, DCC സെക്രട്ടറിമാരായ നിജി ജസ്റ്റിൻ, ബൈജു വർഗീസ്, CB ഗീത തുടങ്ങിയവർ സംസാരിച്ചു. അതിശക്തമായി ഈ സർക്കാരിനെതിരെ ജനങ്ങളെ അണിനിർത്തിക്കൊണ്ട് അവർക്ക് വരെ ഈ സർക്കാർ ഉയർത്തുന്ന വെല്ലുവിളികളെ സധൈര്യം നേരിട്ടുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഈ സർക്കാരിനെതിരെ അതിശക്തമായ പ്രചരണ പരിപാടികളുമായി ജനങ്ങളിലേക്കാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഇറങ്ങിച്ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ പ്രശസ്ത പുല്ലാങ്കുഴൽ കലാകാരൻ കുമാർ കലാസദന്റെ 1ാം ചരമവാർഷികം കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് ചാലക്കുടിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് കലാഭവൻ ജയൻ അധ്യക്ഷത വഹിച്ചു. ഗാനപ്രവീൺ, അന്നമനട ബാബുരാജ്, CP സദാനന്ദൻ, നഗരസഭാ കൌൺസിലർമാരായ ജിതി രാജൻ, ആലിസ് ഷിബു, ജേക്കബ് കലാസദൻ, ബാബു ചാലക്കുടി തുടങ്ങിയവർ സംസാരിച്ചു. കടങ്ങോട് പഞ്ചായത്തിലെ എയ്യാൽ ചിറ്റിലങ്ങാട് മണ്ണെടുപ്പിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് സ്ഥലത്തിന്റെ ഉടമ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. 15 സെന്റ് സ്ഥലത്ത് വീട് നിർമ്മാണത്തിന് വേണ്ടിയാണ് മണ്ണ് നീക്കം ചെയ്യുന്നത്. പഞ്ചായത്തിൽ നിന്ന് കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി പെർമിറ്റ് എടുത്തിട്ടുണ്ട്. പെർമിറ്റിന്റെ മറവിൽ മണ്ണ് കടത്തുവാനാണ് നീക്കമെന്ന് ആരോപണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും മണ്ണ് നീക്കം ചെയ്യുന്നത് തടഞ്ഞതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും സ്ഥല ഉടമ അറിയിച്ചു. നെഹ്റു യുവകേന്ദ്രയുടെ പേരു മാറ്റിയതിനെതിരെ നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ ധർണ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. NS അയൂബ്, PK ചന്ദ്രൻ, PS സുൽഫിക്കർ, PM സിദ്ദിഖ്, സന്തോഷ് എന്നിവർ പങ്കെടുത്തു. എന്തിനാണ് സംഘപരിവാർ ഇങ്ങനെ പേടിക്കുന്നത്? ജവഹർലാൽ നെഹ്റുവിനെ എന്തിനാണ് പേടിക്കുന്നത്? പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കി രാജ്യത്ത് വലിയ വിപ്ലവം ഉണ്ടാക്കി. നമുക്കറിയാം, ഇന്ത്യ സ്വാതന്ത്ര്യമായി 47-ൽ സ്വാതന്ത്ര്യമായതുപോലെ തന്നെ പാകിസ്ഥാൻ സ്വാതന്ത്ര്യമായി. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. നവരാത്രി മണ്ഡപത്തിലെ ആധ്യാത്മിക ഹാളിൽ ഗുരുവായൂർ ക്ഷേത്രം ഊരാളൻ, മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ക്ഷേത്രം മേൽശാന്തി ശ്രീരുദ്രൻ നമ്പൂതിരി എന്നിവർ ഭദ്രദീപം തെളിയിച്ചു. ഗുരുവായൂർ മണിസ്വാമിയാണ് ആചാര്യൻ. വിമാനത്തിൽ കയറാനുള്ള മോഹം സാധ്യമാക്കാൻ തൃശൂരിലെ ആരോഗ്യ പ്രവർത്തകർ. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ ഹൌസ് കീപ്പിംഗ് തൊഴിലാളികളായ 23 പേരും പുറമെ നിന്നുള്ള 10 സ്ത്രീകളും 3 കുട്ടികളും ഉൾപ്പെടുന്ന 35-അംഗ സംഘമാണ് കുട്ടിക്കാലം മുതലുള്ള തങ്ങളുടെ വിമാനയാത്ര നടത്തുക എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നത്. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും വെളുപ്പിന് 5 മണിയോടെ ബാംഗ്ലൂരുവിലേക്കാണ് ഇവരുടെ യാത്ര. ഒരു പകൽ നീളുന്ന ബാംഗ്ലൂരു നഗരത്തിലെ ഉല്ലാസയാത്ര, രാത്രിയോടെ തിരികെ ട്രെയിനിൽ നാട്ടിലേക്ക് തിരികൽ എന്നിവയാണ് പരിപാടി. ഓൾ ഇന്ത്യ ഓൾ സ്റ്റൈൽ ഓപ്പൺ മാർഷൽ ആർട്സ് ടൂർണമെന്റിൽ വാടാനപ്പള്ളി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വേൾഡ് ഫെഡറേഷൻ ഓഫ് ഷോട്ടോകാൻ കരാത്തയിലെ വിദ്യാർത്ഥികൾക്ക് ഓവറോൾ ട്രോഫി. മൈസൂർ യുവരാജ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 500ഓളം കുട്ടികൾ വിവിധ വിഭാഗങ്ങളിൽ മത്സരിച്ചു. ഏനമാക്കൽ പരിശുദ്ധ പോംപെ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ കോഞ്ചിറമുത്തിയുടെ തിരുനാളിന് കൊടിയേറി. തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് തീർത്ഥകേന്ദ്രം വികാരി ഫാദർ ജെയ്സൺ വെക്കുംപുറമാണ് കൊടികയറ്റ് കർമ്മം നിർവഹിച്ചത്. 24-25 തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. മാനേജിംഗ് ട്രസ്റ്റി ജോജൻ, ജനറൽ കൺവീനർ KP ജോസഫ്, ട്രസ്റ്റിമാരായ ഡൻസി ജേക്കബ്, ലിയോ എന്നിവർ കൊടികയറ്റ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. RJD ചാലക്കുടി മേഖലാതല കുടുംബ സംഗമങ്ങൾ ആരംഭിച്ചു. പരിയാരം മേഖലാ കുടുംബ സംഗമം കലാഭവൻ ജയൻ ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോർജ് V. ഐനിക്കൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറേലി, ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് P. ജോസ്, PK മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് JB മേത്തർ MP നയിക്കുന്ന സാഹസ് യാത്രയ്ക്ക് പാവറട്ടി മണ്ഡലം മഹിളാ കോൺഗ്രസ് കമ്മിറ്റി സ്വീകരണം നൽകി. AICC അംഗം അനിലക്കര ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ധന്യ സിബിൽ അധ്യക്ഷത വഹിച്ചു.
മഹിളാ കോൺഗ്രസ് നേതാക്കളായ നിർമ്മല ടി, സുബൈദ മുഹമ്മദ്, റൂബി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. 941 പഞ്ചായത്തുകളിലേക്കും 86 മുനിസിപ്പാലിറ്റികളിലേക്കും 6 കോർപ്പറേഷനുകളിലേക്കുമായി 162 ദിവസമെടുത്തുകൊണ്ട് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചു. വർഗീയതയ്ക്കും സാമൂഹ്യ ജീർണതയ്ക്കുമെതിരെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി കാൽനട ജാഥ സംഘടിപ്പിച്ചു. പെരിഞ്ഞനത്ത് നിന്നും ആരംഭിച്ച ജാഥ മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം ഗിരിജാദേവി ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ ഷീജ ബാബു, വൈസ് ക്യാപ്റ്റൻ മിനി ഷാജി, മാനേജർ CK ഗിരിജ തുടങ്ങിയവർ സംസാരിച്ചു. ചേതന യോഗ വടക്കാഞ്ചേരി ഏരിയ ക്യാമ്പ് ചിറ്റണ്ട ജ്ഞാനോദയം UP സ്കൂളിൽ സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ചേതന യോഗ ഏരിയ പ്രസിഡന്റ് PS പ്രസാദ് അധ്യക്ഷത വഹിച്ചു. KD ബാഹുലയൻ, MS സിദ്ധൻ, S ബസന്തലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ജില്ലാ ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU വടക്കാഞ്ചേരി ഏരിയ സമ്മേളനം മങ്ങാട് നടന്നു. ജില്ലാ പ്രസിഡന്റ് കോനിക്കര പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് KS അരവിന്ദാക്ഷൻ അധ്യക്ഷനായി. KM അഷ്റഫ്, KD ബാഹുലയൻ, PS പ്രസാദ്, KM രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കോർപ്പറേറ്റ് കമ്പനികൾ മണിക്കൂർ തൊഴിലാളികളുടെ എന്താണ് എന്ന ചോദ്യത്തിലേക്ക് യൂണിറ്റ് സമ്മേളനങ്ങളെല്ലാം ആണെങ്കിൽ നമ്മുടെ ഏരിയക്ക് അവണൂരിൽ നടക്കുന്ന CPI വടക്കാഞ്ചേരി മണ്ഡലം സമ്മേളനത്തിന്റെ പതാക ദിനം വടക്കാഞ്ചേരിയിലെ വിവിധ ബ്രാഞ്ചുകളിൽ ആചരിച്ചു. മാരാത്തുകുന്ന് ITI ബ്രാഞ്ചിൽ CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MR സോമനാരായണൻ പതാക ഉയർത്തി. വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ മണ്ഡലം സെക്രട്ടറി MU കബീർ, എങ്കക്കാട് ബ്രാഞ്ചിൽ ലോക്കൽ സെക്രട്ടറി CV പൗലോസ് എന്നിവർ പതാക ഉയർത്തി. തിരുവില്ലാമല ഗ്രാമീണ വായനശാല ബാലവേദി വസന്തോത്സവം സംഘടിപ്പിച്ചു. തിരുവില്ലാമല ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ അഞ്ജലി നായർ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമീണ വായനശാല ബാലവേദി പ്രസിഡന്റ് വേദ അധ്യക്ഷയായിരുന്നു. സെക്രട്ടറി ജാനകി, പഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ തുടങ്ങിയവർ സംസാരിച്ചു. വലിയ ഫ്രണ്ട്സ് ആവുന്നു. ചിലവര് അടുപ്പം കാണും, മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ട് എന്നുള്ള ഒരു മോതിരക്കണ്ണി മണ്ണുംപുറം മഹാദേവ ക്ഷേത്രത്തിൽ വിദ്യാമന്ത്ര ഗോപാലാർച്ചനയും മാതൃപൂജയും നടത്തി. കൊന്നക്കുഴി സുബ്രഹ്മണ്യ ക്ഷേത്രം മേൽശാന്തി അജീഷ് ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ലക്ഷ്മി, PP സദാനന്ദൻ, അമ്മണി രാധാകൃഷ്ണൻ, KV ബാലകൃഷ്ണൻ, മുരളീധരൻ നടുമുറി എന്നിവർ സംസാരിച്ചു. ഇനി സ്വർണ്ണവില പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,720 രൂപ, പവന് 69,760 രൂപ. വെള്ളി ഗ്രാമിന് 106 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,401 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. വൽപ്പാറയിൽ ബസ് നിയന്ത്രണം വിട്ട് കുഴിയിലേക്ക് മറിഞ്ഞ് 27 പേർക്ക് പരിക്ക്. തമിഴ്നാട് സർക്കാരിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 14 പേരുടെ നില ഗുരുതരം. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പലൂരിൽ വൻ ഗതാഗതക്കുരുക്ക്. വാഹനങ്ങളുടെ നിര പാലിയേക്കര ടോൾ പ്ലാസ വരെ നീണ്ടു. അശാസ്ത്രീയമായ ഗതാഗത ക്രമീകരണത്തിനെതിരെ പ്രതിഷേധം രൂക്ഷം. ഓപ്പറേഷൻ ഡി ഹണ്ടിലൂടെ തൃശൂർ റൂറൽ പോലീസ് ഈ വർഷം ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 812 കേസുകൾ. അതിമാരക മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം ഏറുന്നതായി കണക്കുകൾ. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച മുതൽ മഴ കനക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇതോടൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. രാപ്പാൾക്കടവിൽ ഭക്തി നിർഭരമായി സംഗമേശന്റെ ആറാട്ട്. കുടൽമാണിക്യം ഉത്സവത്തിന് സമാപനമായി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.